എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു യൂസ്ഫുൾ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന കേട്ടറ്റ് കാറ്റഗറി 1 and 2 പരീക്ഷകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മാത്സിലെ മറ്റൊരു ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ഇനി ദിവസങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. പരീക്ഷയ്ക്ക് ഇനി ഏകദേശം 10 ദിവസത്തിൽ താഴെ മാത്രമേ സമയമുള്ളൂ, അല്ലെങ്കിൽ 10 ദിവസത്തെ സമയം മാത്രമാണ് പരീക്ഷയ്ക്ക് വേണ്ടി ഉള്ളത്. ഈ അവസാന ഘട്ടങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോലും കേട്ടറ്റ് പരീക്ഷ ക്ലിയർ ചെയ്തൊരു സാഹചര്യമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവസാന ഘട്ട സമയങ്ങളെല്ലാം ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ മാത്രം വിശകലനം ചെയ്തുകൊണ്ട് പഠിച്ചു മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊരു പരീക്ഷയാണ്. ഈ ഒരു പരീക്ഷയിലെ നിങ്ങൾ മുഴുവൻ മാർക്ക് നേടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് ഈ കട്ട് ഓഫ് ഒന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് അധ്യാപകരാകുക എന്നുള്ള യോഗ്യതയുടെ ഭാഗമായിട്ടുള്ള ആദ്യ സ്റ്റെപ്പ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് നിർബന്ധമാക്കിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ കേട്ടറ്റ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ അവസാന ഘട്ടങ്ങളിലെ പിഴവ് വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ ഓരോ ക്ലാസ്സുകളിലായിട്ട് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഒരു 6-7 ക്ലാസ്സുകൾ കൊടുത്തതിന്റെ ഭാഗമായിട്ട് മാത്സിനകത്തെ ഏകദേശം 20-25 മാർക്കോളം ആ ഒരു ക്ലാസ്സുകളിൽ നിന്ന് മാത്രമായിട്ട് സ്കോർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതേ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മൾ ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ നമ്മൾ മാത്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു 4-5 ക്ലാസ്സുകൾ ഇതിനോടകം പോയിട്ടുണ്ട്. ചില ക്ലാസ്സുകളൊക്കെ ലെങ്തി ആണ്, ചില ക്ലാസ്സുകളൊക്കെ 40 മിനിറ്റ് ഉണ്ട്, ചില ക്ലാസ്സുകളൊക്കെ 30 മിനിറ്റ് ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യം പ്രമാണിച്ചുകൊണ്ടാണ് അത്തരം വീഡിയോസ് അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതി വെച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി കേട്ടറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് നമുക്കൊരു അവസാന വാക്കൊന്നും അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2026 എന്ന് പറയുന്ന ഒരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ 2026 എന്ന് പറയുന്ന വർഷം നമ്മുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു വർഷമാണ്. കാരണം നമുക്കറിയാം, 2026 അവസാനത്തോടുകൂടി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന LP UP നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ 2026 അവസാനത്തോടുകൂടി നമ്മുടെ മുമ്പിലേക്ക് LP UP നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്പൊ അതിനു മുമ്പേ തന്നെ നമ്മൾ ഈ പറയുന്ന കേട്ടറ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സമയം കളയാതെ തയ്യാറെടുക്കുവാനുള്ള മാനസികമായിട്ടുള്ള നിങ്ങൾക്കൊരു പ്രിപ്പറേഷൻ കൂടി ഈ ഒരു കേട്ടറ്റ് പരീക്ഷയുടെ വിജയത്തിലൂടെ കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്, ഈ ഒരു കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുന്നത് കേവലം ഒരു കേട്ടറ്റ് പരീക്ഷ അല്ല. നമ്മുടെ വരാൻ പോകുന്ന LP UP പരീക്ഷകൾക്ക് മുമ്പേ ഉള്ള ചിലപ്പോൾ ഒരുപക്ഷെ അവസാനത്തെ കേട്ടറ്റ് പരീക്ഷ കൂടി ആകാം. അപ്പൊ അതുകൊണ്ട് ഒരു ജീവൻ മരണ പോരാട്ടമായിട്ട് മുമ്പിൽ കണ്ടുകൊണ്ട് കിട്ടുന്ന പരമാവധി സമയം പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞതിന്റെ കാരണം അത് തന്നെയാണ്. സർവീസിലിരിക്കുന്ന അധ്യാപകർ കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾക്ക് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ അവസാനം കൊടുത്തിരിക്കുന്ന ഹർജികളൊക്കെ അവസാനം തള്ളിപ്പോകത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പ്രതീക്ഷയിൽ കേട്ടറ്റ് പ്രിപ്പറേഷനിനകത്ത് ഒരു കാരണവശാലും ലാഗ് വരാൻ പാടില്ല. കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പഠിച്ചു മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും പരീക്ഷ ക്ലിയർ ചെയ്യുവാൻ സാധിക്കും. കേട്ടറ്റ് ക്ലിയർ ചെയ്യാൻ വലിയ അറിവൊന്നും വേണമെന്നില്ല. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളെ എളുപ്പ വഴികൾ കണ്ടെത്തിക്കൊണ്ട് അത് ഒരുപക്ഷെ നിങ്ങൾ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതിയാൽ പോലും ഈ കേട്ടറ്റ് എന്ന് പറയുന്ന വലിയൊരു കടമ്പ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒഴിവാകുകയും ചെയ്യും. അപ്പോൾ 2026 അവസാനത്തോടുകൂടി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന LP UP നോട്ടിഫിക്കേഷൻ 2027 പരീക്ഷ നടന്നുകൊണ്ട് 2028 റാങ്ക് പട്ടിക നിലവിൽ വരുമ്പോൾ ഏത് ജില്ലയാണോ നിങ്ങൾ LP UP പരീക്ഷയ്ക്ക് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് ആ ജില്ലയിലെ ആദ്യത്തെ 50-നകത്തേക്ക് നമ്മളുടെ പേരുകൾ എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്രിപ്പറേഷൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ 2026 നിങ്ങൾ ഈ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു പ്രിപ്പറേഷൻ ഏറ്റവും ഭംഗിയായിട്ട് അവസാനിക്കട്ടെ. എല്ലാവർക്കും 2026 ഈ പറയുന്ന കേട്ടറ്റ് എന്ന് പറയുന്ന ആ ഒരു ദൗത്യം പൂർത്തീകരിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. തുടർന്ന് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഈ പറയുന്ന LP UP പരീക്ഷകൾക്കും തയ്യാറെടുക്കുവാൻ സാധിക്കട്ടെ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമ്മൾ പതിയെ കടക്കുകയാണ്. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുറെ അധികം മാത്സിലെ ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി. അതിന്റെ ഭാഗമായിട്ടുള്ള ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എല്ലാവരും പറഞ്ഞൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാറേ ഞങ്ങൾക്ക് ഈ ജോമെട്രി വരുന്ന ഭാഗങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവിടെയാണ് ഞങ്ങളുടെ മാർക്കുകൾ പോകുന്നത്. ബാക്കിയൊക്കെ ഞങ്ങൾ എങ്ങനെങ്കിലും ഒപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഞങ്ങൾ കാലിടറി പോകാറുണ്ട്. ഞങ്ങൾക്ക് വലിയൊരു അറിവൊന്നും ഇല്ല എങ്കിൽ പോലും
ഇത്തരം K1 K2 പരീക്ഷകൾക്ക് ഈ പറയുന്ന ഫിഗർ ബേസ്ഡ് ചോദ്യങ്ങൾ കൂടുതൽ ക്ലാസ്സിൽ പരിചയപ്പെടുത്താമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും അവസാനം നടന്നുപോയ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് നിങ്ങൾക്ക് ആ ബോർഡിൽ കാണാൻ സാധിക്കുന്നത്. ചോദ്യം ഇതാണ്. ചിത്രത്തിലെ AD എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്, BC 7 സെന്റിമീറ്റർ ആണ്, AP 9 സെന്റിമീറ്റർ ആണ്, AC 25 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ, ഈ ചതുർഭുജം ABCD, ചതുർഭുജം എന്ന് പറഞ്ഞാല് 4 വശങ്ങളുള്ള ദ്വിമാന രൂപങ്ങളെ എല്ലാം നമ്മൾ ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറയുന്നത്. ഈ ചതുർഭുജം ABCDയുടെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ആ ഫിഗറിനകത്തേക്ക് നോക്കുമ്പോൾ അവിടെ എടാ ആദ്യം ഒരു ത്രികോണം കാണുന്നില്ലേ? നിങ്ങൾക്ക് അവിടെ ചതുർഭുജമായിട്ടാണ് കാണുന്നത് അല്ലെ? ചതുർഭുജം എന്നുള്ള രീതിയിലാണ് എല്ലാം കാണുന്നത്. പക്ഷേ ഇവിടെ ഈ ചതുർഭുജം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അവിടെ ഒരു 3 ത്രികോണങ്ങൾ രൂപപ്പെട്ടതായിട്ട് തോന്നുന്നില്ലേ? 1 2 3. അപ്പൊ അവിടെ 3 ത്രികോണങ്ങൾ രൂപപ്പെട്ടു അല്ലെ? ആ ഒരു ചതുർഭുജത്തിനകത്ത് 3 ത്രികോണങ്ങളുണ്ട്. ആ 3 ത്രികോണത്തിന്റെയും കൂടെ വിസ്തീർണം കൂട്ടിയാൽ ഈ ഷേപ്പിന്റെ മുഴുവൻ വിസ്തീർണം കിട്ടത്തില്ലേടാ പിള്ളേരെ? ഒന്നും കൂടെ പറയാം. ഈ ഒരു ചതുർഭുജം എന്ന് പറയുന്നത് 3 ത്രികോണങ്ങൾ ചേരുന്നതാണ്. ഈ 3 ത്രികോണങ്ങളുടെയും വിസ്തീർണം കൂട്ടിയാൽ അല്ലെങ്കിൽ പരപ്പളവ് കൂട്ടിയാൽ ഈ ഫുൾ ഷേപ്പിന്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം കിട്ടത്തില്ലേ? കിട്ടും കിട്ടും കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കുക, രണ്ടാമത്തെ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കുക, മൂന്നാമത്തെ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കുക. എടാ കുഞ്ഞുങ്ങളെ ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ ത്രികോണത്തിന്റെ തൊട്ടപ്പുറത്തെ ത്രികോണം ഒരു മട്ടത്രികോണമാണെന്നുള്ള കാര്യം കൺഫേം അല്ലേ? കാരണം നാട്ടെ അവിടെ ഒരു 90 ഡിഗ്രി ലൈൻ അവിടെ കൃത്യമായിട്ട് ആംഗിൾ മെൻഷൻ ചെയ്തിട്ടില്ലേ? അപ്പൊ അത് 90 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതും 90 അല്ലേ വരത്തുള്ളൂ. കാരണം ഒരു വരയിലെ വന്നിരിക്കുന്ന ഒരു വരയിലെ മറ്റൊരു വര വന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു വരയിലെ ഒരു ജോഡി കോണുകൾ രൂപപ്പെട്ടു. ഒരു വരയിൽ രൂപപ്പെടുന്ന ഒരു ജോഡി കോണുകളെ പറയുന്ന പേരാണ് രേഖീയ ജോഡി. രേഖീയ ജോഡി, രേഖീയ ജോഡി. അപ്പൊ രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കുമെന്ന് 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണം 90 ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതും 90 ആയിരിക്കും എന്നുള്ള കാര്യം കൺഫേം ആയി. ചോദ്യകർത്താവ് നേരത്തെ തന്നിട്ടുണ്ട് ഇതും 90. അപ്പോൾ 3 മട്ടത്രികോണങ്ങൾ അവിടെയുണ്ട്. 3 എണ്ണവും മട്ടത്രികോണമാണ്. ഒരു കൺഫേം ചെയ്തു, 3 മട്ടത്രികോണമാണ്, 3 മട്ടത്രികോണമാണ്, 3 മട്ടത്രികോണമാണ്. ഒരു മട്ടത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ലംബം, ഹാഫ് BH എന്ന് പറയും. നമ്മൾ അതിനെ മലയാളത്തിലെ ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ലംബം എന്ന് പറയും. മക്കളെ AD 15 ആണ്. എടാ പിള്ളേരെ AD 15 ആണ്. BC എന്ന് പറയുന്നത് 7 ആണ്. AP എന്ന് പറയുന്നത് 9 ആണ്. AP-യുടെ നീളം 9. അതാണ്ട് A മുതൽ P വരെയുള്ള ഈ ഒരു നീളം 9 ആണെന്ന് പറഞ്ഞു. നമ്മൾ എഴുതി വെച്ചു. AP-യുടെ നീളം 9 ആണ്. AP-യുടെ നീളം 9 ആണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് AC-യുടെ നീളം 25 ആണ്. എടാ AC മൊത്തത്തിൽ 25. AC എന്ന് പറയുമ്പോൾ നോക്കിക്കേ, പടത്തിനകത്തോട് നോക്കിക്കേ, AC 25 ആണ്. അതിൽ AP 9 ആണെങ്കിൽ മൊത്തം കൂടി 25-ല് 9 പോയാൽ ബാക്കി 16 അല്ലേ? എടാ മൊത്തം കൂടെ 25 ആണ്. അതിൽ ഇത്രയും 9 ആണെങ്കിൽ ബാക്കി 16 അല്ലേ? 16 9 കൂടെ ചേരുമ്പോഴല്ലേ 25 കിട്ടുന്നത്. അപ്പോ സംഭവം സെറ്റായി. ഇനി നമുക്ക് വേണ്ടത് ഓരോ ത്രികോണത്തിന്റെയും പരപ്പളവ് കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ ആദ്യത്തെ ത്രികോണം, അതായത് APD എന്ന് പറയുന്ന ത്രികോണത്തിന്റെ പാദം 9, ലംബമില്ല. അപ്പൊ ലംബം കണ്ടുപിടിക്കണം. ലംബം എന്ന് പറഞ്ഞാൽ PD ആണ്. PD-യുടെ നീളം കണ്ടുപിടിക്കണം. ലംബം കണ്ടുപിടിക്കണം. ലംബം കണ്ടുപിടിക്കണം. ലംബം കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങളുടെ മനസ്സിലെ പൈതഗോറസ് സിദ്ധാന്തം വരണം. പൈതഗോറസ് സിദ്ധാന്തം വരണം. പൈതഗോറസ് സിദ്ധാന്തം നമ്മൾ പഠിച്ചിട്ടുണ്ട്.
കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഒന്നും കൂടെ പറയടാ. കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അവിടുന്ന് നമ്മള് ലംബം കണ്ടുപിടിക്കാൻ ലംബം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ അല്ലേ ഇക്വേഷൻ? ലംബം കണ്ടുപിടിക്കാൻ നമുക്കറിയാം കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പൊ കർണമാണ് വലുത്. അപ്പോ സ്വാഭാവികമായിട്ട് ലംബം കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ആണേ. അതേപോലെ തന്നെ പാദം കണ്ടുപിടിക്കാൻ ചോദിച്ച റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് ഓഫ് കർണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ വശം 15 അല്ലേ? 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 അല്ലേ? മക്കളെ പാദം എന്ന് പറഞ്ഞാൽ 9 അല്ലേടാ? എടാ പിള്ളേരെ 9ന്റെ സ്ക്വയർ 81 അല്ലേ? അപ്പോൾ 225ന്ന് 81 കുറച്ചു കഴിഞ്ഞാല് 144 എന്ന് വരത്തില്ലേ? 5ന്ന് 1 കുറച്ചാ 4, 12ന്ന് 8 കുറച്ചാ 4. അപ്പൊ സ്വാഭാവികമായിട്ട് 144. 144ന്റെ റൂട്ട് ദാ പിടിച്ചോ, ദേ പിടിച്ചോ 12. ദാണ്ടെ ഈ ഒരു നീളം 12 ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഓരോന്നോരോന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാം. അപ്പോ ദാണ്ടെ ഒന്നാമത്തെ മട്ടത്രികോണത്തിന്റെ പാദമായി ലംബമായി, രണ്ടാമത്തെ മട്ടത്രികോണം CPD പാദം 16 ലംബം 12 അതും സെറ്റ്. മൂന്നാമത്തെ താഴേക്ക് വരുമ്പോൾ ABC എന്ന് പറയുന്ന മട്ടത്രികോണത്തിന്റെ ലംബം 7 ആണ്, പക്ഷെ പാദം അറിയത്തില്ല. അപ്പൊ വീണ്ടും പാദം കണ്ടുപിടിക്കണം. സോ പാദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ അല്ലേ? റൂട്ട് ഓഫ് കർണം എന്ന് പറഞ്ഞാല് എടാ AC ആണ് കർണം. AC-യുടെ നീളം 25. 25ന്റെ സ്ക്വയർ 625. മക്കളെ ലംബം എന്ന് പറഞ്ഞാൽ 7. എടാ 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49. അപ്പോൾ 625ന്ന് 49 കുറച്ചാൽ 5ന്ന് 9 കുറയ്ക്കാൻ പറ്റത്തില്ല. 15ന്ന് 9 കുറച്ചാൽ 6 ആണ് വരുന്നത് അല്ലെ? 6 വരും. പിന്നെ അവിടെ ഉള്ളത് 2 എന്നുള്ളത് 1 ആയിട്ട് മാറി. 1 എന്ന് പറയുമ്പോ കടമെടുത്ത 11 ആയി. 11ന്ന് 4 കുറച്ചാ 7. പിന്നെ 5 ഉള്ള 576. 576ന്റെ റൂട്ട് 24. അപ്പോൾ 24 താഴത്തെ പാദത്തിന്റെ നീളം. അപ്പോൾ 3 ത്രികോണങ്ങളുടെയും പാദവുമായി ലംബവുമായി. ഇനി നമുക്ക് വിസ്തീർണം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഓരോന്ന് അങ്ങോട്ട് ചെയ്താട്ടെ. ഓരോന്ന് നമുക്ക് ഇപ്പുറത്തോട്ട് ചെയ്യാം. ദാണ്ടെ ഈ ഒരു നീളം 9 ആണെന്നറിയാം. അതേപോലെ ഈ നീളം 12 ആണെന്നറിയാം. എല്ലാം ഒന്ന് അടയാളപ്പെടുത്താം. അടുത്തത് ഇത് 16, അതും എഴുതി വെച്ചു. അടുത്തത് താഴെ 24. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ആദ്യമേ നമ്മൾ APD-യുടെ വിസ്തീർണം കണ്ടുപിടിക്കാൻ പോവാ. അപ്പോൾ APD-യുടെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ദാണ്ടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു പാദമായ 9, പാദം ഇൻറ്റു ലംബം 12. 2ഉം 12ഉം കൂടെ വെട്ടിയാൽ 6. 9 ഇൻറ്റു 6 54. അതായത് ഈ ഒരു ത്രികോണത്തിന്റെ വിസ്തീർണം 54 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണ്. അടുത്തത് അപ്പുറത്തേക്ക് വരാം. ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു പാദം 16 ലംബം 12. എടാ 2ഉം 16ഉം കൂടെ വെട്ടിയാൽ 8 വരും. 12 8 96. അപ്പോൾ ഈ ഒരു ത്രികോണത്തിന്റെ വിസ്തീർണം 96. ഇനിയും താഴെ ഒരെണ്ണം ഉണ്ട്. ഹാഫ് ഇൻറ്റു ബേസ് 24. അതേപോലെ പാദം 24 ലംബം 7. ദാണ്ടെ ഈ കിടക്കുന്ന 2ഉം ഈ കിടക്കുന്ന 24ഉം കൂടെ വെട്ടിയാൽ 12. 12 7 84. എല്ലാം കൂടെ കൂട്ടിക്കോ. എല്ലാം കൂടെ കൂട്ടിയാൽ സംഭവം സെറ്റ്. ഈ ഒരു ഭാഗത്തിന്റെ വിസ്തീർണവും കിട്ടി. എത്രയാണ്? അത് 84 ആണ്. നിങ്ങൾക്ക് ആ ഡൗട്ട് വരുന്ന ഭാഗം വീണ്ടും വീണ്ടും ചെയ്തു പഠിക്കണം. ഇതുപോലത്തെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കും. അതുകൊണ്ടാണ് ഇത്രയും ഡെപ്തിൽ ഞാൻ എടുത്തു പറയുന്നത്. ദാണ്ടെ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്ക്. 54 പ്ലസ്
96 പ്ലസ് 84. 6 4 10 4 14 ശിഷ്ട 1. 9 5 14 8 22 1 22 1 23 234. ആൻസർ ഓപ്ഷൻ ഡി 234 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് എഴുതി അവസാനിപ്പിച്ചാൽ 1 മാർക്ക് നമ്മുടെ വ്യക്തിയിലേക്ക് വരും. വീണ്ടും ചെയ്തു പഠിക്കണം, വീണ്ടും 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 ചെയ്തു പഠിക്കണം. നിങ്ങൾ ഒരു തവണ കൂടി ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് എഴുതി വെച്ചിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കിക്കൂ. കിട്ടിയാൽ നമ്മുടെ ക്ലാസ് ഓക്കെ ആണെന്ന് അർത്ഥം. ചെയ്തു പഠിക്കണം, ചെയ്തു പഠിക്കണം. മക്കളെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എടാ, 5 മീറ്റർ നീളമുള്ള ഒരു മരത്തടി 4 തുല്യ ഭാഗങ്ങളാക്കി മുറിച്ചു. അതിലൊരു ഭാഗത്തിന്റെ പകുതി കേടായിരുന്നു എങ്കിൽ മരത്തടിയുടെ എത്ര ശതമാനമാണ് കേടായിട്ട് പോയത്? എല്ലാം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാ. 5 മീറ്റർ നീളമുള്ള ഒരു മരത്തടി, ദാണ്ടേ ഇത് 5 മീറ്റർ നീളമുണ്ട്. ഇതിനെ 4 തുല്യ ഭാഗങ്ങളാക്കി മുറിച്ചു. ദാണ്ടേ ഒരു ഭാഗം, രണ്ടാമത്തെ ഭാഗം, 3 4 ഭാഗങ്ങളാക്കി മുറിച്ചു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എടാ, 4 ഭാഗങ്ങളാക്കി മുറിച്ചു. ഒരു വലിയൊരു സാധനം എന്ന് പറഞ്ഞാൽ 100% അല്ലേ? എടാ, വലിയൊരു സാധനം നിങ്ങളുടെ കയ്യിലോട്ട് തരുന്നു, അത് ഫുൾ ഇല്ലേ? അപ്പോൾ അത് 100% അല്ലേ? അതിനെ 4 തുല്യ ഭാഗങ്ങളാക്കി മുറിച്ചാല് ഓരോ ഭാഗവും 25% വെച്ച് വരുത്തില്ലേ? ഉറപ്പല്ലേ? ഒന്നും കൂടെ ഒന്ന് പറയേ. മൊത്തം 100%. മൊത്തം ഒരു മരത്തടി 100%. അതിനെ 4 തുല്യ ഭാഗങ്ങളായിട്ട് മുറിച്ചു. അപ്പൊ ഒരെണ്ണം 25%, അടുത്തത് 25%, അതിനടുത്തത് 25%. അങ്ങനെ മൊത്തത്തിലെ 4 25% ചേരുമ്പോൾ അവിടെ ആ സാധനം സെറ്റായിട്ട് അവസാനിച്ചു. ചോദ്യകർത്താവ് പറയുന്നു, ശ്രദ്ധിച്ചു കേട്ടോണം, അതിലെ ഒരു ഭാഗത്തിന്റെ പകുതി കേടായിരുന്നു. മക്കളെ, ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 25. എടാ, 25%ന്റെ പകുതി, 25ന്റെ പകുതി 12.5 അല്ലേ? അപ്പോൾ 12.5% കേടല്ലേ? 12.5% കേട് എങ്കിൽ മരത്തടിയുടെ എത്ര ശതമാനമാണ് കേടായിപ്പോയത്? 12.5%. ഉത്തരം 12.5%. മൊത്തം 4 തുല്യ ഭാഗങ്ങളാക്കി, ഓരോന്നും 25%. അതിന്റെ ഒരു ഭാഗത്തിന്റെ പകുതി, എടാ 25ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 12.5. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പിടിച്ചു? താണ്ടേ എല്ലാം ഈ ജോമെട്രി വരുന്നതെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് ജോമെട്രി മാത്രം എടുത്ത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പരപ്പളവ് 400 പൈ ചതുരശ്ര സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള ഒരു വൃത്തത്തിലെ അന്തർലേഖനം ചെയ്യാവുന്ന ഏറ്റവും വലിയ സമചതുരത്തിന്റെ പരപ്പളവ് എത്ര? ഇതാണ്ടേ ഒരു വൃത്തം, ഇതാണ് ഒരു വൃത്തം, കണ്ടോ? ഈ വൃത്തത്തിലെ അന്തർലേഖനം ചെയ്യാവുന്ന ഏറ്റവും വലിയ സമചതുരം ഇതാണ്ടേ. ഇതിനകത്ത് അന്തർലേഖനം ചെയ്യാവുന്ന ഏറ്റവും വലിയ സമചതുരമാണ് ഇത് എന്ന് കരുതിക്കൂ. ഈ സമചതുരത്തിന്റെ പരപ്പളവ് എത്ര, അല്ലെങ്കിൽ ഏരിയ എത്ര, വിസ്തീർണം എത്ര എന്നാണ് ചോദ്യം. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഈ വൃത്തത്തിന്റെ പരപ്പളവ് തന്നിട്ടുണ്ട്. അത് 400 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അന്തർലേഖനം ചെയ്യാവുന്ന ഏറ്റവും വലിയ സമചതുരത്തിന്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദ്യം. ഈ സമചതുരം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒന്നാമത്തെ ഇക്വേഷൻ എന്തുവാ? സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് വശം തന്നു കഴിഞ്ഞാല് എ സ്ക്വയർ അല്ലടാ പിള്ളേരെ. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സൈഡ് കിട്ടിയാൽ എ സ്ക്വയർ എ സ്ക്വയർ എ സ്ക്വയർ എ സ്ക്വയർ അല്ലേ? എ സ്ക്വയർ ആണ്. ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4a 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 4a. വികർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a√2 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 a√2. വികർണം തന്നിട്ട് വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ d²/2. അറിയില്ലെങ്കിൽ ഇപ്പം പറയാം. ആ ഇക്വേഷൻ ഒന്നും കൂടെ എന്റെ കൂടെ പറയാം, എല്ലാവരും പറയാം. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a².
പഠിച്ചോ? കണ്ണടച്ചൊന്ന് പറഞ്ഞ എല്ലാവരും എന്റെ കൂടെ കണ്ണടച്ചൊന്ന് പറയാം. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ സ്ക്വയർ, ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4a. പഠിച്ചോ? വികർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a√2 പഠിച്ചു. വിസ്തീർണം കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട്. അതായത് ഒരു സമചതുരത്തിന്റെ വികർണം തന്നിട്ട് വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ d²/2 4 വട്ടം 3-4 വട്ടം അങ്ങ് പറയുമ്പോൾ അങ്ങ് മനസ്സിലങ്ങ് തെട്ടും. അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെയാ പഠിക്കേണ്ടത്. ഇനി ദാണ്ടേ ഇവിടെ പരപ്പളവ് 400 പൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പരപ്പളവ് 400 പൈയ. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, പരപ്പളവ് 400 പൈ അല്ലേ? ആണ്. നമുക്കറിയാം ഈ ഒരു നമ്മുടെ വൃത്തത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കുഞ്ഞുങ്ങളെ πr² അല്ലേ? വൃത്തത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr². വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2πr. അപ്പോൾ വൃത്തത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr² ആണെന്നും ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2πr ആണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. പൈയുടെ വില 22/7 ആണ്. പൈയുടെ വില 22/7 ആണെന്നെല്ലാം എഴുതിയെടുത്തോണം. ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് ഞാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതിയെടുക്കുക. അപ്പോൾ ദാണ്ടേ ചോദ്യകർത്താവ് നമ്മുടെ വൃത്തത്തിന്റെ പരപ്പളവ് തന്നിട്ടുണ്ട്. അത് πr² ആണ്, നമുക്കെല്ലാവർക്കും അറിയാം. അതിന്റെ വില പിടിച്ചു 400 പൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 400 പൈ ആണെന്ന് പറഞ്ഞു. ചോദ്യകർത്താവ് തന്നിട്ടുണ്ട് പരപ്പളവ് 400 പൈ. അപ്പോൾ വൃത്തത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr² ആണ്. അതിന്റെ വില എന്ന് പറയുന്നത് 400 പൈയ. ഈ പൈയും കട്ടായി പോയാൽ r² വില 400. അപ്പൊ r = √400. 400ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 20 അല്ലേ? അപ്പോ റേഡിയസ് 20 ആണെന്ന് മനസ്സിലായി. മക്കളെ റേഡിയസ് 20 ആണെങ്കിൽ റേഡിയസ് 20 ആണെങ്കിൽ ഡയാമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത് 20ന്റെ ഇരട്ടി 40 അല്ലേ? 20ന്റെ ഇരട്ടി 40 ആണെന്ന് മനസ്സിലായി. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം. ദാണ്ടേ എന്തായാലും വൃത്തത്തിന്റെ പരപ്പളവ് πr². ആ πr² വില എന്ന് പറയുന്നത് 400 പൈ ആണ്. അപ്പൊ ദാണ്ടേ അവിടെ കിടക്കുന്ന പയ്യും ഇവിടെ കിടക്കുന്ന പയ്യും കൂടെ കട്ടായി പോയി. r² = 400. r² വില 400 ആണെങ്കിൽ r = 20. അപ്പോൾ റേഡിയസ് 20 ആണെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരം. പിള്ളേരെ ആരം 20 ആണെങ്കിൽ ഉറപ്പിക്കാം ഡയാമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത് 20ന്റെ ഇരട്ടി 40 ആണെന്ന് മനസ്സിലായി. അങ്ങനെ വ്യാസം 40 ആണെന്ന് മനസ്സിലായി. വൃത്തത്തിന്റെ വ്യാസം തന്നെയാണ് സമചതുരത്തിന്റെ വികർണം അല്ലെങ്കിൽ ഡയഗണൽ. നോക്കിക്കേ, അല്ലേ? അതങ്ങനല്ലേ വരത്തുള്ളൂ. നിങ്ങൾ പടം നോക്കട പിള്ളേരെ. പടം നോക്കുമ്പോൾ നമ്മുടെ വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്ന സാധനം സമചതുരത്തിന്റെ വികർണമായിട്ട് മാറി. വികർണം കിട്ടിയാൽ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, d²/2 അല്ലേ? സമചതുരത്തിന്റെ വികർണം കിട്ടിയാൽ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ d²/2. അപ്പോൾ 40ന്റെ സ്ക്വയർ എത്ര? 40ന്റെ സ്ക്വയർ 1600 അല്ലേ? അല്ല പോട്ടെ, 40 × 40. അതിനെ d²/2. അപ്പോൾ 2 കൊണ്ട് ഹരിക്കുക. 2 40 കൂടെ വെട്ടിയാൽ 20. 40ഉം 20ഉം കൂടെ ഗുണിച്ചാല് ഉത്തരം 800. ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്.